നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആനിമെ സീരീസിന്റെ റെക്കമെൻഡേഷൻ ആണ് തരാൻ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹൈക്യു ഇതൊരു ഒരു സ്പോർട്സ് ഡ്രാമയാണ്. നോർമലി ആനിമെ സീരീസിൽ സ്പോർട്സ് ഡ്രാമകളൊന്നും അത്ര പോപ്പുലറായിട്ട് വരാറില്ല. പക്ഷേ ഈ ഒരു സീരീസ് വളരെയധികം പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ആനിമെ സീരീസ് തന്നെയാണ്. വോളിബോളിനെ ബേസ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൊരു ആനിമെ സീരീസാണ്. ഷോയോ ഹിനാട്ട എന്നൊരു ഹൈസ്കൂൾ പയ്യന്റെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഷോയോ ഹിനാട്ടയുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഒരു മികച്ച വോളിബോൾ പ്ലെയർ ആവുക എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അവൻ ചെയ്യുന്ന ശ്രമങ്ങളും ഒക്കെയാണ് ഈ ഒരു സീരീസിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷോയോ ഹിനാട്ട എന്ന് പറയുന്ന കഥാപാത്രത്തോടൊപ്പം തന്നെ പ്രധാനമായിട്ട് നിൽക്കുന്ന വേറൊരു കാര്യം ഇതിലെ ഒരു വോളിബോൾ ടീമാണ്. കരാസൂണോ എന്നാണ് ആ വോളിബോൾ ടീമിന്റെ പേര്. അപ്പോൾ ഈ ഒരു ടീമിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ കഥയാണ് ഈ ഒരു സീരീസ് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് വോളിബോൾ മാച്ച് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതായത് ഒരുപാട് എഡ്ജ് ഓഫ് ദി സീറ്റ് ത്രില്ലിംഗ് മൂവ്മെന്റ്സ് ഒക്കെ തരുന്ന ഒരു നല്ലൊരു സീരീസാണ് ഹയാക്കു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തിൽ ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽ ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടാണ് വരുന്നത്. അതായത് ഇതിൽ ഓരോ എപ്പിസോഡ് കഴിയുന്തോറും നമ്മൾ പല ക്യാരക്ടറുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് പോകും. അപ്പോൾ എന്തായാലും സ്പോർട്സ് ഡ്രാമയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് കണ്ടു നോക്കുക. അടുത്തത് 90s ഇറങ്ങിയിട്ടുള്ള ഒരു സീരീസാണ്. ട്രൈഗോം എന്നാണ് ഈ ഒരു സീരീസിന്റെ പേര്. അപ്പം ഈ ഒരു സീരീസിലെ ഒരു മെയിൻ കഥാപാത്രത്തിന്റെ പേര് വാഷ് എന്നാണ്. അയാളുടെ തലയ്ക്ക് വളരെയധികം വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബൗണ്ടി ഹണ്ടേഴ്സ് ഈ ഒരു ക്യാരക്ടറിനെ തേടി പിടിക്കാൻ ശ്രമിക്കുകയോ, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഈ കഥയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അയാളുടെ പാസ്റ്റിലോട്ട് അയാൾ എന്താണ് പാസ്റ്റിൽ അയാൾക്ക് എന്തായിരുന്നു സംഭവിച്ചത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ അയാൾ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കഥ നടക്കുന്നത് നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ളൊരു ഒരു പ്ലാനറ്റിലാണ്. അപ്പോൾ ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഡാർക്ക് മൂവ്മെന്റ്സും ഒക്കെ തരുന്ന ഒരു കിടിലൻ സീരീസാണ് ട്രൈഗോ എന്നുള്ള സീരീസ്. തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടു നോക്കുക. അടുത്ത ഡ്രാഗൺ ബോൾ സി, അതായത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സീരീസാണ്. ആനിമെ സീരീസ് ഫോളോ ചെയ്യാത്തവർക്ക് പോലും ഈ ഇതിലെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ സീരീസിനെ കുറിച്ച് തീർച്ചയായിട്ടും എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ലോങ് ഗോസ്, അതായത് ഗോകു എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഈ ഒരു സീരീസ് പറയുന്നത്. അപ്പോൾ ഈ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജേർണിയാണ് നമ്മൾ കാണിക്കുന്നത്. സാഹസികമായിട്ടുള്ളൊരു ജേർണിയാണ് നമ്മൾ കാണിക്കുന്നത്. അയാളുടെ യാത്രയ്ക്കിടയിൽ അയാൾ ബൽമ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും ബൽമയുടെ ആ യാത്രയിലേക്ക് അയാളും ജോയിൻ ചെയ്യുകയാണ്. അപ്പം ബൽമയുടെ യാത്ര ആക്ച്വലി 7 ഡ്രാഗൺ ബോളുകൾ തപ്പിയിട്ടാണ്, അത് മാജിക്കൽ ബോൾസിനെ തപ്പിയിട്ടാണ് ബൽമയുടെ യാത്ര. അപ്പം ആ ഒരു യാത്രയിൽ ഇവർ രണ്ടും ഒരുമിക്കുകയും പിന്നീട് ഉണ്ടാകുന്ന സാഹസികമായിട്ടുള്ള പല കാര്യങ്ങളാണ് സീരീസിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതൊരു ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ സീൻസും വിഷ്വൽസും തീർച്ചയായിട്ടും ഈ ഒരു സീരീസിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതും കണ്ടു നോക്കുക. അടുത്തത് നരൂട്ടോ ആണ്. നരൂട്ടോ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിംഗ് ആയിട്ട് ഉള്ളൊരു ആനിമെ സീരീസാണ്. അതുപോലെ ഈ ആനിമെ സീരീസ് പറയുന്നത് നരുട്ടോ ഉസമാക്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ജേർണിയാണ്. അപ്പോൾ നരുട്ടോ ഉസമാക്കി എന്ന് പറയുന്നത് ഒരു യങ് നിഞ്ചയാണ്. ഒരു ഓർഫനാണ് ഇയാള്. ഈ ഒരു അണ്ടർഡോഗിന്റെ കഥയാണ് ആക്ച്വലി ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ നരുട്ടോ ഉസമാക്കിയുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമത്തിലെ ഒരു ലീഡറായിട്ട് മാറുക. അപ്പോൾ അതുവഴി അയാൾക്ക് ഒരുപാട് റെസ്പെക്ട് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളാണ് ഈ ഒരു സീരീസിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇതിലും ഒരുപാട് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സ് വളരുന്നതനുസരിച്ച് ഒരുപാട് ഡാർക്ക് മൊമെന്റ്സ് ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇമോഷണലിയും ആക്ഷൻ വൈസും ഒക്കെ ഒരുപാട് രസമുള്ളൊരു സീരീസാണ് നരുട്ടോ. അതും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. അത് ഡെത്ത് നോട്ടാണ്. ഡെത്ത് നോട്ട് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു സീരീസാണ്. കാര്യം ഇത് ഒരുപാട് പേര് ഈ സീരീസ് കണ്ടിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ ഒരു ജോണറിലൊക്കെ പെടാവുന്ന ത്രില്ലർ ഫാന്റസി ജോണറിലൊക്കെ വരുന്ന ഒരു സീരീസാണ്. കാര്യം ഇതിനകത്തില് ഈ ഒരു ക്യാരക്ടറിന് ലൈറ്റ് യാഗാമി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ഡെത്ത് നോട്ട് കിട്ടുകയാണ്. ആ ഡെത്ത് നോട്ട് ഒരു ക്രിയേച്ചറിന്റെയാണ്. അപ്പോൾ ആ ഡെത്ത് നോട്ടിനകത്ത് ആരുടെ പേര് എഴുതിയാലും അയാൾ മരിച്ചു പോകും. അപ്പോൾ അത് ഇയാൾ വേറെ പല പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും പിന്നീട് പോലീസ് അവനെ ചേസ് ചെയ്യുന്നതും പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് ക്യാറ്റ് ആൻഡ് മൗസ് പരിപാടികളൊക്കെ ഉള്ളൊരു സീരീസാണ് ഡെത്ത് നോട്ട്. അപ്പം ഇതും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സീരീസ് തന്നെയാണ് ഡെത്ത് നോട്ട്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീമിയേഴ്സ് ഉള്ളൊരു സീരീസാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്ന് ഇപ്പോൾ ഈ ഒരു 5 സജഷൻസ് ആണ് എനിക്ക് തരാനുള്ളത്. ഇതിൻ്റെ അടുത്ത ഒരു പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ വേറെ കുറേ മൂവിയും കൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ബൈ.